ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നകുലിന് ജാനകിയെ കിട്ടിയേ മതിയാവൂ എന്നും പറഞ്ഞുകൊണ്ട് ഈ ചേട്ടത്തിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് അവളില്ലാണ്ട് പറ്റില്ല, അവൾ ജീവിക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഇയാളിങ്ങനെ പറയുക കേട്ടോ. എന്ത് വില കൊടുത്തിട്ടും എനിക്ക് അവളെ വേണം എന്നും പറഞ്ഞു. അങ്ങനെ നകുലനാണെങ്കിൽ ഇപ്പോൾ ജാനകിയെ കിട്ടുമെന്നുള്ള മോഹവും ഉദിച്ചിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഏട്ടത്തി നാളെ ഇവിടെ നിന്ന് പോകണമെന്നും അവളെ കാണണമെന്നും കണ്ട് സംസാരിക്കണമെന്നും പറഞ്ഞ് നകുലൻ അവിടെ നിന്ന് അങ്ങ് പോയി. ഇന്ദ്രജി ആകെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി അവിടെ നിൽക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാനകിയും കുഞ്ഞും കൂടി അമ്മയുടെ അരികിലേക്ക് വരുക. ആ സമയത്ത് അമ്മയോട് യാത്ര ചോദിക്കാനായിട്ട് വന്നതാ മോള്, പോവുകയാണെന്ന് പറ മോളെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കാട്ടോ ജാനകി. ആ സമയത്ത് അമ്മ മോളെ വിളിച്ച് അടുത്ത് ഇരുത്തി കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ജാനകി കണ്ടപ്പോൾ ജാനകിക്കൊരു അത്ഭുതം പോലെ. ആ സമയത്ത് അമ്മാമ്മയ്ക്ക് പൊന്നുവിനോട് ഒട്ടും സ്നേഹമില്ല, സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അമ്മാമ്മ എന്നോട് മിണ്ടുമായിരുന്നില്ലേ എന്ന് പൊന്നുകുട്ടി ചോദിക്കുക. ആ സമയത്ത് അമ്മ ഇങ്ങനെ ആകെ പരിഭ്രമിച്ചിരിക്കുന്നത് നമ്മുടെ ജാനകിക്ക് മനസ്സിലായി. അത് കണ്ടുകൊണ്ട് നമ്മുടെ മേരിയമ്മ അങ്ങോട്ട് വരികയും ചെയ്തു. മേരിയമ്മ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അമ്മാമ്മ പൊന്നുവിനോട് മിണ്ടാത്തത് കൊണ്ടേ പൊന്നു ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല, പൊന്നുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുഞ്ഞ് പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും കുഞ്ഞിനെ പിടിച്ചു വെക്കുന്നു നമ്മുടെ രാധാമണി അമ്മ. വീട് അമ്മാമ്മേ, ഞാൻ പോട്ടെ എന്നും പറഞ്ഞു പൊന്നു പറയുന്നു കേട്ടോ. പൊന്നുവിനെ ഇഷ്ടമല്ലാതെ പിന്നെ എന്തിനാ പൊന്നുവിനെ പിടിക്കുന്നതെന്നൊക്കെ പൊന്നു ഇങ്ങനെ നമ്മുടെ അമ്മയോട് ചോദിക്കുക. പൊന്നു പോട്ടെ, പൊന്നു പോവുകയാണെന്നൊക്കെ കൊച്ചു പറയുന്നു. അപ്പോഴേക്കും രാധാമണി അമ്മ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക കേട്ടോ. അപ്പം അമ്മ അവളെ വിട്, അവളെ കൊണ്ടുപോകാൻ അവളുടെ അച്ഛൻ അവിടെ കാത്തു നിൽക്കുകയാണെന്ന് ജാനകി പറഞ്ഞു. അമ്മാമ്മ പൊന്നുവിനെയും മോളെയെന്ന് വിളിച്ചാൽ അമ്മാമ്മയെ വിട്ട് പൊന്നു പോവില്ല എന്ന കാര്യമൊക്കെ പൊന്നു ഇങ്ങനെ ജാനകിയുടെയൊക്കെ കേൾക്കി ഇങ്ങനെ രാധാമണി അമ്മയോട് പറയുന്നു. ആ സമയത്തും എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജാനകിയും മേരിയമ്മയും നിൽക്കുന്നത്. ആ സമയത്ത് പൊന്നുവിനെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തതല്ലാതെ ആ അമ്മ വിളിച്ചില്ല. അപ്പം ശരി ഞാൻ പോവുക അമ്മാമ്മേ, ഞാൻ പോവുകയാണേ ടാറ്റാ എന്നും പറഞ്ഞുകൊണ്ട് പൊന്നു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടോ. പൊന്നു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മേരിയമ്മ നേരെ രാധാമണി അമ്മയുടെ അടുത്തേക്ക് ചെന്നിരുന്നു. രാധാമണി, ഇപ്പം എങ്ങനെയുണ്ട് രാധാമണി? അമ്മാമ്മ എന്ന് വിളിച്ച് കൂടെ നടന്ന കൊച്ചല്ലേ അത്? കൂടുതലൊന്നും വേണ്ട, മോളെ എന്നൊന്ന് വിളിക്കാൻ രാധാമണി തയ്യാറായോ എന്ന് മേരിയമ്മ ചോദിച്ചു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കഷ്ടമല്ലേ രാധാമണി? അവള് പോയി, ഇനി രാധാമണി നോക്കണ്ട. അതുപോലെ രാധാമണിയുടെ മോളും രാധാമണിയുടെ അരികിൽ നിന്ന് പോകും. എത്രയെന്ന് വെച്ചാ അവൾ ഈ അവഗണനയൊക്കെ സഹിക്കുന്നത്? വല്ല അനാഥാലയത്തിലും രാധാമണി എന്നെയും കൊണ്ടേ നിർത്തിയിട്ട് ജാനകി അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന കാര്യം മേരിയമ്മ രാധാമണി അമ്മയോട് പറയുന്നു. രാധാമണിയെ കൂടെ കൊണ്ടുപോകാത്തതേ എന്താണെന്ന് അറിയാവോ? ജാനകി എൻ്റെ മോളാണെന്ന് രാധാമണി പറയാതെ ആ വീട്ടിലുള്ളവർ ജാനകിയുടെ അമ്മയായി രാധാമണിയെ അംഗീകരിക്കില്ലാത്തത് കൊണ്ടാണെന്ന കാര്യം നമ്മുടെ മേരിയമ്മ അമ്മയോട് പറയുക. തമ്പിയുടെ മോള് ആ വീട്ടിലെ മരുമകളാ. എത്ര തവണ ഞാൻ ഇതൊക്കെ പറഞ്ഞു തരണം എൻ്റെ രാധാമണി നിനക്ക്? വയസ്സാം കാലത്ത് വീണ്ടും ഓർഫണേജ് തന്നെ ശരണമെന്നൊക്കെ മേരിയമ്മ ഇരുന്ന് പറഞ്ഞു. തലവരെ എന്തായാലും അത് മാറ്റാൻ പറ്റില്ലല്ലോ, ആരും ഇല്ലാത്തവളാ ഞാൻ. അവസാന കാലത്ത് കർത്താവ് തന്ന ഒരു കരങ്ങളാ എനിക്ക് ആ ജാനകി മോള്. അതും രാധാമണി കാരണം ഇല്ലാതാകുമെന്നും പറഞ്ഞു മേരിയമ്മ പറയുന്നു. രാധാമണി അന്നേരവും വല്ലാണ്ടായിട്ടിരിക്കുക. എന്തായാലും ഈ ജീവിതത്തിലെ ഇനിയുള്ള ശിഷ്ടകാലം ഒരു കുടുംബത്തിൽ കഴിയാമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് ഞാൻ. നാക്ക് അണ്ണാക്കിനുള്ളിലെ താഴ്ത്തി വെച്ച് അവിടെ ഇരുന്നു. ദൈവം നമുക്ക് പറഞ്ഞതേ അനാഥാലയം തന്നെയാണെന്ന കാര്യം പറഞ്ഞ് മേരിയമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. രാധാമണി അമ്മ ഇങ്ങനെ വിഷമിച്ച് അവിടെ ഇരിക്കുന്നു. പറയുന്നതെല്ലാം മനസ്സിലാകുന്നുണ്ട് രാധാമണിയമ്മയ്ക്ക്. രാധാമണിയമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ കരയും. അത് കഴിഞ്ഞ് പൊന്നു പോകണ്ടെന്ന് വല്ല അമ്മമ്മ പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. നമ്മുടെ കൊച്ചു വന്ന കാര്യങ്ങളൊക്കെ അബിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് അമ്മാമ്മയ്ക്ക് മിണ്ടാൻ പറ്റത്തില്ലല്ലോ അച്ഛാ, പാവം അമ്മാമ്മ എന്നും പറഞ്ഞു പൊന്നു. അവൾക്ക് കൂടെ വരാൻ മനസ്സില്ല, അത് തന്നെ കാരണമെന്ന് പറഞ്ഞു നമ്മുടെ ജാനകി. നീ അമ്മാമ്മയുടെ അരികിലിരുന്ന് നിനക്ക് സ്കൂളിൽ പോകണ്ടേന്ന് ചോദിച്ചു. അന്നേരം അബി, നോക്ക് നീ എന്നോട് ചോദിച്ച കാര്യം അവിടെ ചെന്ന് അപർണയോട് പറഞ്ഞേക്കരുത്. നീ അത് അപർണയോട് പറഞ്ഞാലേ പിന്നെ നിന്റെ അമ്മയെ നീ കാണത്തില്ല. പൊന്നു പറയൂല അമ്മേ, പൊന്നു ഒരിക്കലും പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ആരോടും പറയില്ല, നീ ചുമ്മാ അവളെ വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞു അബി. നിന്റെ അല്ല, ഇവളുടെ കഷ്ടകാലത്തിനാണ് ഇവളത് കേട്ടുപോയതെന്ന കാര്യം അബി ഇങ്ങനെ പറയാട്ടോ. അതൊക്കെ കേട്ട് കുഞ്ഞിങ്ങനെ വിഷമിച്ച് തല കുനിച്ചിങ്ങനെ നിൽക്കുമ്പോൾ തമ്പി അയാളുടെ മോളെ കാണാനായിട്ട് അവിടേക്ക് വരുമെന്നും നീ അയാളുടെ മുന്നിൽ പോലും ചെന്ന് നിന്നേക്കരുതെന്നും ജാനകി പറഞ്ഞു കൊടുക്കുക കൊച്ചിന്. ഇനി നിന്നെ അയാൾ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. പറഞ്ഞത് കേട്ടല്ലോ, ഞാൻ അങ്ങോട്ടൊന്നും പോവില്ല അമ്മേ, ഞാൻ നോക്കത്തേ ഇല്ല. ജാനകി, നീ ഇതൊന്നും നിർത്ത്.
ഒരു കുഞ്ഞിനോട് സംസാരിക്കുന്നതിനൊരു പരിധിയൊക്കെ ഇല്ലേ? നീ എന്തേ കാണിക്കുന്നത്? മോളിങ് വന്നേന്നും പറഞ്ഞ് അച്ഛൻ മോളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോണു. ജാനകി ഇങ്ങനെ നിരാശപ്പെട്ട് അവിടെ നിൽക്കുക. അബിയേട്ടാ മോളെ നോക്കിക്കോണമെന്ന് പറഞ്ഞു. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് എനിക്ക് അമ്മയായിട്ട് പോകണമെന്ന് ജാനകി അബിയോട് പറയാം. അന്വേഷണത്തിൽ ആയുർവേദത്തിൽ ഇത് നല്ല ഇതായിട്ടുള്ള ഒരാളെ പറ്റി ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ മനയിലും ചികിത്സാലയത്തിൽ കാര്യങ്ങളെല്ലാം ശുഭാകുമെന്നാണ് എനിക്കൊരു തോന്നൽ. പിന്നെ രോഗിയെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ അദ്ദേഹം കൈയേൽക്കുകയുള്ളൂ. അദ്ദേഹത്തിന് കഴിയാത്ത കാര്യങ്ങൾ തുറന്ന് പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞു. എങ്കിൽ അബിയേട്ടനെ അദ്ദേഹത്തെ പോയൊന്ന് കാണണം എന്ന് പറഞ്ഞു ജാനകി. അമ്മയും മേരിയമ്മയും ചികിത്സയുമായി മനയിൽ കഴിഞ്ഞോളും. ഇവിടുത്തെ പോലെ അമ്മയ്ക്ക് ഇറങ്ങിപ്പോകാനൊന്നും കഴിയില്ല എന്നും പറയുക. കേട്ടിട്ട് അമ്മയെ താമസിപ്പിച്ച് ചികിത്സിപ്പിക്കാൻ പറ്റിയൊരു സ്ഥലമാണെന്നാണ് മനസ്സിലായതെന്നൊക്കെ അബി പറഞ്ഞു കേട്ടിടത്തോളം എല്ലാം കൊണ്ടും നല്ലതാണല്ലോ അബിയേട്ടാ. അമ്മയും മേരിയമ്മയും അവിടെ സേഫ് ആയിരിക്കുമല്ലേ അബിയേട്ടാ? അമ്മയുടെ അച്ഛൻ്റെ ഫോട്ടോ നീ ഇടയ്ക്കിടെ അമ്മയെ കാണിക്കണമെന്നും തമ്പിയുടെ ഫോട്ടോ കാണിച്ചതിനേക്കാൾ പ്രയോജനം ചെയ്തത് അച്ഛൻ്റെ ഫോട്ടോ കാണിച്ചപ്പോഴാണെന്നുള്ള കാര്യം അബി ഇങ്ങനെ പറഞ്ഞു. മാഷ് 3 ഫോട്ടോ തന്നതല്ലേ, ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞു. ശരി എന്നാൽ ഞാൻ ചെന്നിട്ട് വിളിക്കാമെന്നും പറഞ്ഞു അബി ഇങ്ങനെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോന്നു. ജാനകി ഇങ്ങനെ അവരെ യാത്രയാക്കി അവിടെ നിൽക്കുകയാണ്. എന്തായാലും ആ ഒരു സംഭവം എല്ലാം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അജയ് ആട്ടോ. അജയും നിരഞ്ജനയും കൂടി കണ്ടു നിന്നിങ്ങനെ സംസാരിക്കാം. അപ്പോൾ എന്താ അജയുടെ പ്രശ്നം? അത് പറ. ഞാനെടുത്ത കേസിൻ്റെ എതിർഭാഗം അജയ് ഏറ്റെടുക്കുന്നു. നമ്മുടെ ജോലികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെന്തിനാ എൻ്റെ മുന്നിൽ അജയ് ഇങ്ങനെ സ്വയം വെളുപ്പിക്കാനായിട്ട് നോക്കുന്നതെന്ന് നിരഞ്ജന അജയോട് ചോദിക്കുക. അന്നേരം അത് വെളുപ്പിക്കാനായിട്ടൊന്നും ഞാൻ ശ്രമിക്കുന്നതല്ല നിരഞ്ജനയോടുള്ള വെല്ലുവിളിയായിട്ട് ഈ കേസിനെ കാണരുതെന്നും അതിൻ്റെ പേരിൽ പ്രതികാര മനോഭാവവും നിരഞ്ജനയ്ക്ക് ഉണ്ടാകരുതെന്ന് പറഞ്ഞു. അപ്പോൾ അജയ്, ഞാൻ ഈ കേസിനെ മാത്രമേ കാണുന്നുള്ളൂ. അജയ് വന്നാലും അച്ഛൻ വന്നാലും ഞാൻ ഒരു യുദ്ധത്തിന് തന്നെ തയ്യാറായിട്ട് ഇറങ്ങിയവളാണ്. ആ ഒരു കാര്യം ഞാൻ ചെയ്യുള്ളൂ. ആ ഒരു തീരുമാനം ജീവിതത്തിൽ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞു. ഈ കേസ് കഴിഞ്ഞു പോകാനല്ല എൻ്റെ ഉദ്ദേശം, തുടർന്ന് പോകാനാണെന്ന് അജയ് നിരഞ്ജനോട് പറഞ്ഞു കേട്ടോ. ഞാൻ മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ചവരാണ് നിരഞ്ജനയും ഉണ്ണിത്താൻ സാറും. ഞാൻ അതിന് തയ്യാറായി വന്നപ്പോൾ കാര്യങ്ങളെല്ലാം ഈ വഴിക്കുമായി. സത്യം പറഞ്ഞാലേ നിരഞ്ജന വാദിഭാഗത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഉണ്ണിത്താൻ സാറ് തമ്പിയുടെ വക്കീലാകുമായിരുന്നു. അവിടേക്കാണ് ഞാൻ വന്നതെന്നുള്ള കാര്യം പറയുമ്പം അജയ് തടഞ്ഞു നിർത്തി സംസാരിക്കുന്നത് മറ്റുള്ളവരെ എന്തോ ബോധിപ്പിക്കാനാണെന്നൊക്കെ എനിക്കറിയാം. അജയ് മനസ്സിലാക്കാത്തതായിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറയട്ടെ. വീട്ടിൽ സംസാരിക്കാൻ സമയമുള്ളപ്പോൾ നമ്മൾ എന്തിനാ ഇവിടെ വന്നു നിന്നിങ്ങനെ സംസാരിക്കുന്നതെന്ന് കാണുന്നവർ കരുതും. കാണുന്നവർ എന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെന്ന് അജയ് ചോദിക്കാം. അപ്പം ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇനി ഞാൻ അജയുടെ വിഷയത്തിലോട്ട് വരാം. അജയ് ഒരു ശത്രുവായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല. പിന്നെ നമ്മളൊരാളെ പഴി പറയുമ്പോഴേ അതിൽ നമ്മുടെ പങ്ക് അത് നമ്മൾ മറന്നു കളയത്തില്ലേന്ന് ചോദിച്ചു. ഒരാൾ ചതിച്ചെന്നും വിശ്വാസവഞ്ചന കാണിച്ചു എന്നൊക്കെ ആരോപിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി നിന്ന് കൊടുത്തിട്ടല്ലേ എന്ന് ആരും ഓർക്കാറില്ല, ശരിയല്ലേ? പക്ഷേ എനിക്ക് ആ ഒരു ഓർമ്മ നന്നായിട്ടുണ്ട്. ഓടുന്ന വണ്ടിയിൽ ചാടി കയറുന്നത് പോലെയാണ് ഞാൻ അജയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അജയ് ഇങ്ങനെ നിന്ന് ആലോചിക്കാം. അജയ് ഒഴിവാക്കി പോയിട്ടും ഞാൻ വിടാതെ അജയുടെ പിന്നാലെ വരികയാണ് ചെയ്തത്, ശരിയല്ലേ? മറ്റൊരു പെണ്ണിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അജയ്യെ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്, ശരിയല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അജയ് ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുക കേട്ടോ. അതുകൊണ്ട് അജയ് എന്നോട് എങ്ങനെ പെരുമാറിയാലും എനിക്ക് അജയ്യെ ചോദ്യം ചെയ്യാനോ കുറ്റപ്പെടുത്താനോ യാതൊരുവിധ യോഗ്യതയില്ലെന്ന് നന്നായി തന്നെ എനിക്കറിയാമെന്ന് നമുക്ക് നിരഞ്ജന പറയും. പിന്നെ എങ്ങനെ ഞാൻ വൈരാഗ്യം വെച്ച് അജയോട് പെരുമാറും? അതൊന്ന് അജയ് പറഞ്ഞേന്നും നിരഞ്ജന. പിന്നെ ഇത്തരം തരത്തിലുള്ള സംസാരങ്ങളുമായിട്ട് ഇനി അജയ് എൻ്റെ മുന്നിലേക്ക് വരരുത്, ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണെന്നും പറഞ്ഞ് നമ്മുടെ നിരഞ്ജന അവിടെ നിന്ന് പോയി. അജയ് ഇങ്ങനെ വെളുത്ത് അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ വീട്ടിലിരുന്ന് നമ്മുടെ നിരഞ്ജന കേസ് വായിച്ച് പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. ആ ഒരു സമയത്ത് മഞ്ജു ചേച്ചി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നിരഞ്ജന പറയണം. മത്സരത്തിനിടയിൽ അവളുടെ കാര്യങ്ങൾ നോക്കാതിരിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. ജാനകിക്ക് അതിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞു കേട്ടോ. കൊച്ചു വന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ്. അപ്പോൾ ഇനി അമ്മയെ അവിടെ നിർത്താതെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ ജാനിയടുത്തോട് പറഞ്ഞതാണെന്ന് നിരഞ്ജന ഇങ്ങനെ പറയുമ്പോൾ അബിയും അതിനെപ്പറ്റി ആലോചിക്കുക കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജാനിയടുത്തിയുടെ തീരുമാനം തന്നെയായിരുന്നു 100% ശരി എന്നുള്ളത്. ഈ വീടിൻ്റെ അന്തരീക്ഷമൊക്കെ പാടെ മാറിപ്പോയി അബിയേട്ടാ. 2 ചേരിയായി തിരിഞ്ഞു കഴിഞ്ഞു ഈ വീടെന്ന കാര്യം നിരഞ്ജന ഇങ്ങനെ അബിയോട് പറഞ്ഞേ. ഇനി അബിയേട്ടൻ ജാനിയടുത്തായിട്ട് ഇങ്ങോട്ട് വന്നാലേ ഇതിനേക്കാളും വലിയ പ്രശ്നമായിട്ട് മാറും. പിന്നാലെ നടന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപർണ. അജയ് അപർണ മനഃപൂർവ്വം കരുവാക്കിയതാണെന്നും
അവനിതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ അഭി ഇങ്ങനെ നിരഞ്ജനോട് ചോദിക്കാം. വക്കീൽ പണി അവസാനിപ്പിച്ചവനാണ് അവനെന്ന് പറയുമ്പോൾ അജയ് അങ്ങനെയൊന്നും ചാടി വീഴില്ല. അജയെ കൂടെ നിർത്താൻ അപർണ എന്തോ വലിയ വാഗ്ദാനം നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാണെന്ന കാര്യം നിരഞ്ജന പറഞ്ഞു. വലിയൊരു ഉറപ്പ് അവൾ അജയ്ക്ക് നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ പണം അന്വേഷിച്ച് നടക്കുകയല്ലേ, അവൾ സഹായിക്കാവുന്നൊരു പക്ഷെ വാക്ക് കൊടുത്തിട്ടുണ്ടാവും. CI നടരാജൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും നിരഞ്ജനയ്ക്ക് സക്കീർഭായി അയച്ചു തന്നില്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്കത് കിട്ടിയ അഭിയേട്ടാ, നാളെ തന്നെ ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനും കൂടെ വരേണ്ടതുണ്ടോ? ആവശ്യമുണ്ടെങ്കിലും ഞാൻ വരാമെന്ന് പറയുമ്പം അതൊന്നും വേണ്ട അഭിയേട്ടാ, ഞാൻ മാത്രം മതിയെന്നും നമ്മുടെ ഈ കേസിൽ ഏറ്റവും ബലമുള്ള സാക്ഷി അദ്ദേഹമാണെന്നുള്ള കാര്യവും പറഞ്ഞു. അദ്ദേഹം കോടതിയിൽ പറയുന്നത് പോലെ ഇരിക്കും ഈ ഒരു കേസിൻ്റെ ഭാവിയെന്നും ജാനിയടത്തിയുടെ അമ്മയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പരാതി സ്വീകരിച്ചത് ഈ CI നടരാജനാണെന്ന് പറയുമ്പോൾ നമുക്ക് മുന്നേ തമ്പിയോ അജയോ അയാളെ കാണാൻ എത്തിയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ നിരഞ്ജന എന്ന് അഭി അന്നേരം പറഞ്ഞു. സത്യം മറച്ചു വെക്കാനായിട്ട് തമ്പി അയാൾക്ക് എന്തു വാഗ്ദാനവും നൽകുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം ഞാൻ അന്വേഷിച്ചറിഞ്ഞെടുത്തോളം CI നടരാജൻ കറക്ഷൻ ഇല്ലാത്ത ഒരു നല്ലൊരു ഓഫീസറായിരുന്നു എന്നും അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യില്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ പലർക്കും അദ്ദേഹത്തെ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നും പറയാം. സർവീസിൽ ഇരിക്കുമ്പോൾ പ്രലോഭനത്തിൽ വീഴാത്ത ഒരാൾ വിശ്രമ ജീവിതത്തിൽ പണം വാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല അഭിയേട്ടാന്നും പറഞ്ഞു. അതുമാത്രമല്ല നല്ല സാമ്പത്തിക സ്ഥിതിയും അദ്ദേഹത്തിനുള്ളതാണെന്നും. അപ്പം നിരഞ്ജന അയാളെ ഒന്ന് കണ്ടു നോക്ക്, പിന്നെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി പഴയ ഓർമ്മകളിൽ വല്ലതും ഇതൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. എത്രയോ സ്റ്റേഷനുകളിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്, 4 നൂറ്റാണ്ട് പിന്നിലത്തെ കഥയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. എനിക്ക് ഒരു സംശയമുണ്ട് അഭിയേട്ട, അദ്ദേഹം കുറച്ച് നാൾ വിദേശത്തായിരുന്നെന്നും എന്തോ ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നെന്നാണ് കേട്ടത്. നമ്മൾ വലിയ പ്രതീക്ഷയിൽ പോകും, പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസ്ഥ അവിടെ ചെന്നാൽ മാത്രമല്ലേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ദൈവം പോലും മുഖം തിരിച്ച് നിൽക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് നിരഞ്ജന. അമ്മയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി സമയം ചിലവഴിച്ചിട്ടും ഒന്നും അങ്ങോട്ട് സംഭവിച്ചില്ലല്ലോ നിരഞ്ജന എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഈ കേസ് ജാനകിയുടെ പിടിവാശിയായിട്ടുള്ളൊരു കാര്യമാണ്. അവളുടെ മനസ്സറിയാതെ ഒന്നും അല്ല കേട്ടോ ഞാനിത് പറയുന്നത്. എല്ലാവരും സ്നേഹത്തോടെ ജീവിച്ചു പോകാനായിട്ടാണ് അച്ഛൻ ആഗ്രഹിച്ചതെന്നും ഇപ്പം ഞാനായിട്ട് തന്നെ പരസ്പരം തമ്മിലടുപ്പിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നതെന്നൊക്കെ നമ്മുടെ അഭി ഇങ്ങനെ നിരഞ്ജനോട് പറഞ്ഞപ്പോൾ നിരഞ്ജന സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ അഭി. അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് കിട്ടുന്ന ശിക്ഷയേക്കാൾ മറ്റെന്ത് ശിക്ഷയാണ് വേറെ ഉള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് അഭി തമ്പിക്ക് വിധി പറയേണ്ടത് അയാളുടെ ഭാര്യയും മകളുമാണെന്നുള്ള കാര്യവും പറഞ്ഞ് നമ്മുടെ അഭി പറഞ്ഞു. അപ്പോൾ ജാനിയടുത്ത് ശ്രമിക്കുന്നത് എന്തിനാണെന്ന് അഭിയേട്ടന് അറിയില്ലേ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ തമ്പിയുടെ മകളാണെന്നറിയാൻ ജാനകി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യം അഭി പറയുവാണ്. അമ്മയുടെ ജീവിതം തകർത്തവന് ശിക്ഷ കൊടുക്കാൻ നിയമപ്രകാരമായിട്ടുള്ള പോരാട്ടം അല്ലാതെ മറ്റെന്താണുള്ളത് എന്ന് അഭി നിരഞ്ജനോട് ചോദിച്ചു. നടക്കട്ടെ, എല്ലാം ഞാനായിട്ട് ആർക്കും മാർഗദർശനമായിട്ട് നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വഴി ഒഴിഞ്ഞു കൊടുത്തിട്ടുള്ള ശീലം മാത്രമേ എനിക്കുള്ളൂ. ഇനിയും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ അഭി പറഞ്ഞിട്ട് അവിടുന്ന് പോയി നിരഞ്ജന ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നിരഞ്ജന സാറിനെ കാണാനായിട്ട് ചെല്ലുക. അപ്പോൾ സാറിനെ കാണാൻ ചെന്നു. അദ്ദേഹം നല്ല ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ നിരഞ്ജനയുടെ പേര് കേട്ടപ്പോൾ തന്നെ ഉണ്ണിത്താൻ്റെ മകളാണല്ലേ, പേരിൻ്റെ വാല് കേട്ട് ചോദിച്ചാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറിന് തെറ്റിയില്ല, എൻ്റെ അച്ഛനാ അഡ്വക്കേറ്റ് RK ഉണ്ണിത്താൻ. അപ്പോൾ വന്നിരിക്കുന്നത് ചെറിയ പുള്ളിയൊന്നും അല്ലല്ലേ, എന്താ എന്നെ കാണാൻ വന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അത് പിന്നെ സർ, ഞാൻ 25 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പോലീസ് കേസ് റീഓപ്പൺ ചെയ്യാൻ കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടെന്നും അന്ന് ആ കേസ് സ്വീകരിച്ചത് സാറാണെന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ വർഷം കുറേ ആയല്ലോ, ഓർമ്മ അങ്ങ് കിട്ടുന്നില്ല, ഏത് കേസാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മുടെ നിരഞ്ജന വിവരങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഫോട്ടോയും കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു. യെസ്, ഞാൻ ഈ കേസ് ഓർക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുക കേട്ടോ. മകള് ജോലി ചെയ്ത കമ്പനിയിലെ ഒരാൾ ഇയാളുടെ മകളെ മാനഭംഗപ്പെടുത്തി എന്നുള്ളതായിരുന്നു പരാതി. അപ്പോൾ അതെ സാർ, അത് തന്നെയാണെന്ന് പറഞ്ഞു നിരഞ്ജന. ഞാൻ കേസ് കൈപ്പറ്റുന്നതിൻ്റെ പിറ്റേന്ന് അറിയുന്നത് മാധവ വാര്യർ ആത്മഹത്യ ചെയ്ത വിവരമാണെന്നും ഭീഷണി കൊണ്ടാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എനിക്ക് ആ പെൺകുട്ടിയോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനൊന്നും ആയില്ല എന്നും ആ ഒരു സമയത്താണ് ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ സർവീസിൽ നിന്ന് സ്വയം വിരമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടോ.
രാധാമണി വാരസ്യാരുടെ ചുരുക്കി ബാക്കിയുള്ള കഥ ഞാൻ ചുരുക്കി പറയാം സാറെന്ന് പറഞ്ഞ് നിരഞ്ജൻ എല്ലാം പറഞ്ഞു. അതെല്ലാം കേട്ട് അദ്ദേഹം പോലും അന്തർപ്പോടുകൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ആ കേസ് ഇപ്പോൾ റീഓപ്പൺ ചെയ്യാനായിട്ട് കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. എതിർഭാഗം വക്കീൽ എൻ്റെ ഹസ്ബൻഡാണ് അജയ് എന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, ഇതിൽ സത്യം നീതി അതാണ് വിജയിക്കേണ്ടതുമോ, അതിന് എന്ത് സഹായം വേണമെങ്കിലും എന്നിൽ നിന്നുണ്ടാകുമെന്ന് ആ സാറ് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.